വാഗ്ഭടാചാര്യൻ എന്ന് പറഞ്ഞൊരു പണ്ഡിതനായ ഒരാളുണ്ടായിരുന്നു പണ്ട്. അദ്ദേഹത്തിന്റെ കഥ നോക്കിയാൽ നമുക്ക് ഒരു കാലത്ത് മുഹമ്മദിയരുടെ അക്രമവും അവരുടെ ആ വലിപ്പം പ്രാബല്യ നിമിത്തം വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം അവരുടെ കൈവശത്തിലായി തീർന്നു. എല്ലാം തട്ടിയെടുത്തു അവര്. ബ്രാഹ്മണരുടെ കൈവശം ഗ്രന്ഥങ്ങളൊന്നും ഇല്ലാതെയായി. അതുകൊണ്ട് തന്നെ ആ ശാസ്ത്രം അഭ്യസിക്കുന്നവരും അഭ്യസിപ്പിക്കുന്നവരും ഇല്ലാതെയായി. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണരുടെ ഇടയിൽ വൈദ്യന്മാർ തന്നെ ഇല്ലാതെയായി. അത്രയല്ലേ വേണ്ടു. ആർക്കെങ്കിലും ഒരു ദീനമുണ്ടായാൽ മുഹമ്മദിയരുടെ അടുക്കൽ ചെന്ന് ചോദിച്ച് അവർ പറയുന്നത് ചെയ്യുക എന്നുള്ള ദിക്കായി തീർന്നു. അത്രമാത്രം അസുരവിത്തുക്കളായിരുന്നു എന്ന് വേണം പറയാൻ. മുഹമ്മദിയരുടെ ഇടയിൽ വൈദ്യശാസ്ത്രത്തിൽ അതിനിപുണന്മാരായ ചിലർ ഉണ്ടായിത്തീരുകയും ചെയ്തു. ഈ സ്ഥിതി ബ്രാഹ്മണർക്ക് ആകപ്പാടെ വലിയ വ്യസന കാരണമായി തീർന്നു. എന്ത് ചെയ്യേണ്ടു എന്നുള്ള അവസ്ഥയിലായി. അതിനാൽ പരദേശത്തൊരു സ്ഥലത്ത് യോഗ്യന്മാരായ അനേകം ബ്രാഹ്മണർ രോഗം കൂടി കഷ്ടത നീക്കാൻ എന്താണ് വേണ്ടതെന്ന് ആലോചിച്ചു. മുഹമ്മദിയരെ ജയിച്ച് ഗ്രന്ഥങ്ങൾ കൈക്കലാക്കാൻ അവരുടെ പ്രബലതയുടെ ശരിക്ക് സാധിക്കുകയും ചെയ്യില്ല. അവരത്രമാത്രം കയ്യൂക്കല്ലുള്ളവരാണ്. അവര് ബ്രാഹ്മണന്മാർക്കൊന്നും കയ്യല്. അവരുടെ അടുക്കൽ ചെന്ന് പഠിക്കാമെന്ന് വെച്ചാൽ അവർ അവരുടെ ജാതിക്കാരല്ലാതെ വൈദ്യശാസ്ത്രം പഠിപ്പിക്കുകയില്ല. അതിനാൽ ആരെങ്കിലും മുഹമ്മദിയ വേഷം ധരിച്ച് നല്ല വൈദ്യനായ ഒരു മുഹമ്മദീയന്റെ അടുക്കൽ ചെന്ന് ഉപായത്തിൽ പഠിച്ചു വരണം എന്ന് പണ്ട് കജന്റെ കഥ പറഞ്ഞതുപോലെ. അല്ലാതെ നിവൃത്തി ഒന്നുമില്ല എന്നെല്ലാവരും കൂടി ആലോചിച്ചു തീർച്ചയാക്കി. പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഇത് വേണ്ടേ, ഒരു പോംവഴി വേണ്ടേ. പിന്നെ അതിനാരാണ് പോകേണ്ടത് എന്നുള്ള ആലോചനയായിരുന്നു. പണ്ട് പാമ്പുകൾ ഗരുഡന്റെ കൂടെ ഭക്ഷണവൻ ആര് പോണ്ടത് വിചാരിച്ചത് മാതിരി അതിനുള്ള ആലോചന. അതിന് നമ്മുടെ കൂട്ടത്തിൽ വാഗ്ഭടനോളം ബുദ്ധിയും സാമർഥ്യവും ഉണ്ടായിട്ട് മറ്റാരുമില്ലെന്ന് എല്ലാവരും കൂടി അങ്ങ് അഭിപ്രായപ്പെട്ടു. അപ്പോൾ ആ സദസ്സിൽ തന്നെ ഉണ്ടായിരുന്ന വാഗ്ഭടാചാര്യൻ, നിങ്ങളുടെയൊക്കെ അനുഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പോയത് സാധിച്ചു വരാമെന്ന് സമ്മതിച്ചു. കഥന്റെ മാതിരി. വാഗ്ഭടാചാര്യർക്ക് അന്ന് വളരെ ചെറുപ്പക്കാരനായിരുന്നു. ചെറുപ്പം എന്നൊന്നും പറയേണ്ട, കുട്ടിത്തം വിട്ടിട്ടില്ല. ഒരു 20 വയസ്സിലധികം ആയിരുന്നില്ല. എങ്കിലും അദ്ദേഹം വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങളിലെ അതിനിപുണനായി തീർന്നിരുന്നു. നല്ലൊരു പാണ്ഡിത്യം ഉള്ള ഒരാളായിരുന്നു ഈ വാഗ്ഭടാചാര്യൻ. അദ്ദേഹം ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് സദസ്സിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ബ്രാഹ്മണർ യോഗം കൂടി ഒരു നദീതീരത്തുള്ള ശാലയിലായിരുന്നു അത്രേ. ആ സ്ഥലത്തിന്റെ മറുകരയിൽ തന്നെ വൈദ്യശാസ്ത്രത്തിലെ അതിനിപുണനും പ്രസിദ്ധ വൈദ്യനും പഠിപ്പിക്കുന്നതിന് ഏറ്റവും സമർത്ഥനും വലിയ പണക്കാരനുമായ ഒരു മുഹമ്മദിയൻ താമസിക്കുന്നുണ്ടായിരുന്നു. അവന്റെ അടുക്കൽ തന്നെ ചെന്ന് പഠിക്കാമെന്ന് വാഗ്ഭടാചാര്യൻ തീർച്ചപ്പെടുത്തി. പിന്നെ അദ്ദേഹം മുഹമ്മദിയ വേഷത്തിന് വേണ്ട ഉടുപ്പ്, തൊപ്പി മുതലായവയെല്ലാം ശേഖരിച്ചുകൊണ്ട് ദിവസം രാവിലെ കുളിയും നിത്യകർമാനുഷ്ഠാനാദികളും ഭക്ഷണമൊക്കെ കഴിച്ചു ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ വീണ്ടും വന്ദിച്ചിട്ട് വേഷന്മാർ എവിടെയെന്ന് പുറപ്പെട്ടു. കാര്യസിദ്ധിക്കായി ഈശ്വര പ്രാർത്ഥന ചെയ്തുകൊണ്ട് ആ ബ്രാഹ്മണോത്തമന്മാർ അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു. ഞങ്ങളുടെ കുട്ടി ജയിച്ചിട്ട് വരണേ എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവര്. വാഗ്ഭടാചാര്യൻ എന്ത് ചെയ്തുണോ, മുഹമ്മദിയ വേഷം ധരിച്ചുകൊണ്ട് ആ മുഹമ്മദിയ വൈദ്യന്റെ അടുക്കൽ ചെന്ന് വന്ദിച്ചു. അവരവൻ തന്നെ നാലം പഠിച്ചു വെക്കണ്ടേപ്പാ. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടൊരു വൃത്തികെട്ടൊരു സമ്പ്രദായമല്ലേ. അപ്പോൾ വൈദ്യൻ അനേകം ശിഷ്യന്മാരെ അടുക്കലെത്തി വൈദ്യശാസ്ത്രം പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വേഷം കൊണ്ട് സ്വജാതീയനാണെന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് വൈദ്യൻ, നീ എവിടെ നിന്ന് വരുന്നു, എന്തിനു വന്നു എന്നൊക്കെ ചോദിച്ചു. അഹങ്കാരി. വാഗ്ഭടനപ്പോൾ പറഞ്ഞു, കുറച്ച് വടക്ക് നിന്നാണ് വരുന്നത്. അവിടുത്തെ പേര് ഞങ്ങളുടെ ദിക്കിലൊക്കെ പ്രസിദ്ധമാണ്. ഇതുപോലൊരു വൈദ്യൻ ഭൂലോകത്തിൽ വേറെ ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അതിനാൽ അവിടുത്തെ അടുക്കൽ കുറച്ച് വൈദ്യശാസ്ത്രം പഠിച്ചാൽ കൊള്ളാമെന്ന് വിചാരിച്ചാണ് വന്നത്. അതിനവിടത്തേക്ക് കൃപയുണ്ടാകണം എന്ന് പറഞ്ഞു. ആപ്പിളല്ലേ? ഇത് നമുക്ക് വളരെ സന്തോഷം തന്നെ. നിന്നെ നാം ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. പഠിക്കാൻ ബുദ്ധിയുള്ളവനെന്ന് കണ്ടാൽ നാം നിന്നെ പഠിപ്പിക്കാം. അല്ലാതെ മടിയന്മാർക്ക് വേണ്ടി ബുദ്ധിമുട്ടാൻ നമുക്കൊട്ടും മനസ്സുമില്ല എന്ന് പറഞ്ഞു. ഇവിടെ പഠിക്കുന്നവർക്കെല്ലാം ചെലവിന് നാം കൊടുക്കും. അങ്ങനെയാണ് പതിവ്. അതിനാൽ നീ അകത്ത് ചെന്ന് ഊണ് കഴിച്ചു വരണം, പിന്നെ നോക്കാം. ഞാനിപ്പോൾ ഊണ് കഴിച്ചതാണ്, അതിനാൽ ഇനി ഇപ്പോൾ വേണമെന്നില്ല എന്ന് കുട്ടി പറഞ്ഞു. മക്കളെ ചോറ് തന്നണ്ടപ്പാ, പണ്ട് കാലത്തും ഇല്ല ഇഷ്ടമല്ലേ. അത് നിന്റെ ഇഷ്ടം പോലെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഊണ് വേണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ
പഠിപ്പിച്ചു നോക്കാം. നിനക്ക് ഗ്രന്ഥം വല്ലതും ഉണ്ടോ? എൻ്റെ കയ്യിൽ ഒരു ഗ്രന്ഥവുമില്ല. ഇത് കേട്ട് വൈദ്യൻ തന്നെ ഒരു ഗ്രന്ഥം എടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. പഠിപ്പിച്ചു നോക്കി. സ്വല്പം പഠിപ്പിച്ചു നോക്കിയപ്പോൾ വൈദ്യന് വളരെ 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 സന്തോഷവും വിസ്മയവും തോന്നി. ഇത്രയും ബുദ്ധിയും ശ്രദ്ധയും പഠിക്കാനുള്ള വാസനയുള്ള ഒരാളെ അയാൾ ഇതിനു മുമ്പ് കണ്ടിരുന്നില്ല. അതിനാൽ വൈദ്യൻ, നീ മിടുക്കൻ തന്നെ കേട്ടോ. എന്നെ പഠിപ്പിക്കാൻ നമുക്ക് വളരെ സന്തോഷമുണ്ട്. നിനക്കിവിടെ താമസിക്കാൻ ചെലവിനെല്ലാം നാം തരും. നീ ഒരു കാശ് പോലും ചെലവ് ചെയ്യണമെന്നില്ല. ശരിയായി പഠിക്കുക മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് നദിയുടെ അങ്ങേക്കരയിൽ ഒരു ബന്ധുഗൃഹമുണ്ട്. അവിടെ ഒരു ചാർച്ചയും വേഴ്ചയും ഒക്കെ ഉള്ളതിനാൽ ഞാൻ അവിടെ താമസിച്ചു കൊള്ളാം. അവിടുന്ന് ചെലവിനൊന്നും തരണമെന്നില്ല. കൃപയുണ്ടായി പഠിപ്പിക്കുക മാത്രം ചെയ്താൽ മതി. അത് നാം ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. പിന്നെയൊക്കെ നിന്റെ ഇഷ്ടം പോലെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നല്ല സാമർത്ഥ്യമുള്ള കുട്ടി തന്നെ. സന്ധ്യയാകുന്നവർ പഠിത്തതിന് ശേഷം വാഗ്ഭടാചാര്യൻ തിരികെ പോന്നു. സന്ധ്യാവന്ദനാദികളും അത്താഴവും കഴിഞ്ഞ് കിടന്നുറങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസവും കുളിയും ജപവും ഭക്ഷണവും മറ്റും കഴിഞ്ഞ് മുഹമ്മദിയ വേഷത്തിൽ വൈദ്യന്റെ അടുക്കൽ ചെന്ന് പഠിക്കുകയും തിരിച്ചു പോരുകയും ചെയ്തു. ആടൊന്നും ഇതുള്ളു വെള്ളം കുടിക്കാൻ ഈ കുഞ്ഞി കൂട്ടാക്കിയില്ല. ഇങ്ങനെ വൈദ്യന്റെ അടുക്കൽ ചെന്ന് പഠിക്കുകയും തിരിച്ചു പോരുകയും ചെയ്തു. ഇങ്ങനെ ഏതാനും ദിവസം കഴിഞ്ഞ സമയത്ത് ആ ഗുരുവിന് ആ ശിഷ്യനെ പഠിപ്പിക്കാനുള്ള സന്തോഷവും ഉത്സാഹവും സാമാന്യത്തിലധികം വർദ്ധിച്ചു വശായി. ഇതല്ല പറയണ്ടു. അതിനാൽ ഒരു ദിവസം വൈകുന്നേരം വാഗ്ഭടാചാര്യർ പഠിത്തം നിർത്തിപ്പോരാൻ ഭാവിച്ച സമയം ആ വൈദ്യൻ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ അത്താഴം കഴിഞ്ഞു വന്നാലും പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്, ഇഷ്ടം പോലെ ആവാന്ന് പറഞ്ഞു. ഉണ്ണി എന്ത് വിചാരിച്ചു, കഴിയുന്നതും വേഗത്തിൽ പഠിക്കുമല്ലേ വേണ്ടതെന്നും പറഞ്ഞ് അങ്ങനെ പഠിക്കാനുള്ളത് പഠിച്ചുകൊണ്ട് തൻ്റെ കളവ് പുറത്താകാതെ അവിടെ നിന്ന് കടക്കണമെന്നായിരുന്നു വാഗ്ഭടാചാര്യരുടെ വിചാരം. അതിനാൽ ഗുരുവിൻ്റെ ഈ വാക്ക് അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷാവഹമായി തീർന്നു. എന്നാൽ ഞാൻ അത്താഴം കഴിഞ്ഞു വരാം, പഠിക്കാനുള്ളതും പഠിച്ചുകൊണ്ട് കഴിയുന്നതും വേഗത്തിൽ നാട്ടിലേക്ക് മടങ്ങിപ്പോയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. വീട്ടിലുള്ളവർ എന്നെ കാണാഞ്ഞിട്ട് വ്യസനിച്ചിരിക്കുകയായിരിക്കും. എൻ്റെ മോഹം കൊണ്ട് ഞാൻ ഇതിനായി ചാടിപ്പോന്നേ ഉള്ളൂ എന്നൊക്കെ കളവ് പറഞ്ഞു ചീട്ടൊയ്യാക്കി. അങ്ങനെ വന്ന് അദ്ദേഹം മടങ്ങിപ്പോരുകയും അത്താഴം കഴിഞ്ഞ് വീണ്ടും അവിടെ എത്തുകയും ചെയ്തു. അപ്പോഴേക്കും വൈദ്യനും അത്താഴം കഴിഞ്ഞു തൻ്റെ ശിഷ്യന്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തയ്യാറായിരിക്കുന്നുണ്ടായിരുന്നു. രാത്രിയിലെ പഠിത്തം വൈദ്യന്റെ ശയനഗൃഹത്തിലായിരുന്നു. അതൊരു 7 നില മാളികയിലായിരുന്നു. രാത്രിയിൽ ഒരു ശിഷ്യനല്ലാതെ മറ്റാരെയും ആ ഗുരു പഠിപ്പിച്ചിരുന്നുമില്ല. പഠിത്തം തുടങ്ങിയ ഗുരു മതിയെന്ന് പറഞ്ഞിട്ട് മതിയാക്കാമെന്ന് വിചാരിച്ചു ശിഷ്യന് മതിയെന്ന് തോന്നുന്നവർ പഠിപ്പിച്ചേക്കാമെന്ന് ഗുരുവും വിചാരിച്ചു. അങ്ങനെ രാത്രിയും പകലും അവർ വളരെ നേരം പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ചില ദിവസം രാത്രിയിൽ പഠിത്തം തുടങ്ങിയാൽ കോഴി പോകുന്നത് കേട്ടാണ് പഠിത്തം മതിയാക്കുക പതിവ്. അത്ര ഉത്സാഹമാണ്. ഉത്സാഹി ലഭതേ കാര്യമെന്നല്ലേ. ഉത്സാഹവും സന്തോഷവും കൊണ്ട് അതുവരെ നേരം പോകുന്നത് രണ്ടുപേരും അറിയാറില്ല. ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും വൈദ്യശാസ്ത്രങ്ങളെല്ലാം വാഗ്ഭടാചാര്യൻ പഠിച്ചു തീർത്തു. എങ്കിലും ഗുരുവിന് പഠിപ്പിച്ചിട്ട് മതിയായിട്ടില്ല. അതാണ് കാര്യം. പിന്നെ ആ ഗുരു വൈദ്യസംബന്ധങ്ങളെ ഓരോ പ്രയോഗങ്ങളെ പറ്റി വാക്കാൽ ഉപദേശിച്ചു തുടങ്ങി. വാഗ്ഭടാചാര്യൻ അവയും കേട്ട് ധരിച്ചുകൊണ്ടിരുന്നു. ഒരു രാത്രികാലങ്ങളിൽ കട്ടിലിൽ കിടന്നുകൊണ്ട് ഓരോന്ന് പറയുകയും ശിഷ്യൻ താഴെ ഇരുന്നെല്ലാം കേട്ട് ധരിക്കുകയാണ് പതിവ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഗുരു, എൻ്റെ കാല് കഴിക്കുന്നു, നീ കട്ടിൽ കയറി ഇരുന്ന് എൻ്റെ കാല് കുറച്ച് തലോട് എന്ന് പറഞ്ഞു. വാഗ്ഭടാചാര്യൻ ഒട്ടും മടിക്കാതെ അപ്രകാരം ചെയ്തു. രാത്രി അധികമായിരുന്നത് കൊണ്ടും വാഗ്ഭടാചാര്യൻ കാല് തടവുന്ന സുഖം കൊണ്ടും കുറച്ചു കഴിഞ്ഞപ്പോൾ വൈദ്യൻ ഉറങ്ങി തുടങ്ങി. അപ്പോൾ വാഗ്ഭടാചാര്യരുടെ മനസ്സിൽ ഒരു വിചാരമുണ്ടായി. കഷ്ടം, എൻ്റെ വിധി ഇപ്രകാരമായി തീർന്നല്ലോ. മാപ്പിളേൻ്റെ കാലുകടല്. ഞാനൊരു ഉത്തമ ബ്രാഹ്മണ കുലത്തിലാണ് ജനിച്ചത്. വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങളെല്ലാം ഗ്രഹിച്ചു. ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ നീചന്റെ കാല് പിടിക്കാനാണല്ലോ ഗുരുവായൂരപ്പ എനിക്ക് സംഗതിയായത്. നീവക വിചാരം കൊണ്ട് അദ്ദേഹത്തെ മനസ്സിൽ സഹിക്കവയ്യാതെ കണ്ടുള്ള വ്യസനമുണ്ടായി. പെട്ടെന്ന് അദ്ദേഹം അറിയാതെ തന്നെ കുറെ കണ്ണുനീര് പുറപ്പെട്ടു പോവുകയും ചെയ്തു. വാഗ്ഭടാചാര്യരുടെ 4-5 തുള്ളി കണ്ണുനീര് വൃത്തികെട്ട മുഹമ്മദിയന്റെ കാലിൽ വീണു. അയാൾ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കി. ഇപ്പോൾ ശിഷ്യന്റെ മുഖം അശ്രുപൂർണ്ണ ക്ഷണമായിരിക്കുന്നത് കണ്ട്, ഇവൻ നമ്മെ ചതിച്ചു, ഇവൻ നമ്മുടെ ജാതിക്കാരനല്ല,
ഇവനെ വിട്ടേക്കാൻ പാടില്ല, ഇവന്റെ കഥ ഇപ്പോൾ കഴിക്കണം. അല്ല ആ മനസ്സിലുള്ള ആ കുബുദ്ധി വന്നു അദ്ദേഹത്തിന്. അയാൾ കാര്യം പെട്ടെന്ന് വെച്ച് ഒരു വാള കയ്യിലെടുത്തു. അത് കണ്ട് വാഗ്ഭടാചാര്യൻ കാര്യം വിചാരിച്ചു, കാര്യം തെറ്റി. ഇവനിപ്പോൾ എൻ്റെ കഥ കഴിക്കും. നീരന്റെ വെട്ടുകൊണ്ട് മരിക്കുന്നത് കഷ്ടമാണ്, അതുകൂടാതെ കഴിക്കണം. 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും ഈശ്വരൻ എന്നൊരാളുണ്ടെന്ന് പറയുന്നതും സത്യമാണെങ്കിൽ എനിക്ക് തരക്കേടൊന്നും പറ്റുകയില്ല എന്നിങ്ങനെ വിചാരിച്ച് ആ 7 നില മാളികയുടെ ഒരു കിളിവാതിലിൽ കൂടി പെട്ടെന്ന് കീഴ്പോട്ടു ചാടി. വളരെ പൊക്കമുള്ള ആ മാളികയുടെ മുകളിൽ നിന്ന് താഴേക്ക് നിന്ന് വീണിട്ടും ഭടാചാര്യർക്ക് കാലിനൽപ്പം മുടവ് പറ്റിയതല്ലാതെ വേറെ യാതൊരു തരക്കേടും പറ്റിയില്ല. അദ്ദേഹം അവിടെ നിന്ന് എണീറ്റൊരു വിധം ഓടി ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടാതെ പുഴ അക്കരെ കടന്നു. ഉടനെ കുളിയും കഴിച്ചു ബ്രാഹ്മണ സദസ്സിലെത്തി. അപ്പോൾ അദ്ദേഹത്തിന് കാലിന് സ്വല്പം അസ്വാധീനത ഉള്ളതായി കണ്ടിട്ട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു ബ്രാഹ്മണന്മാര്. അപ്പോൾ ഉണ്ടായ വർത്തമാനം എല്ലാ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. അത്രമാത്രം കഷ്ടപ്പെട്ടില്ലേ പറഞ്ഞു. ഉടനെ ബ്രാഹ്മണൻ എന്ത് സങ്കല്പത്തോടു കൂടിയാണ് മാളികയിൽ നിന്ന് ചാടിയത് എന്ന് വെച്ചു. അതിന് മറുപടിയെ വാഗ്ഭടാചാര്യൻ പറഞ്ഞു, 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും ഈശ്വരൻ എന്നൊരാളുമുണ്ടെന്ന് പറയുന്നതും സത്യമാണെങ്കിൽ എനിക്ക് തരക്കേടൊന്നും പറ്റുകയില്ല എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ഞാൻ ചാടിയത് എന്ന് പറഞ്ഞു. അത് കേട്ട് ബ്രാഹ്മണർ, എന്നാൽ അങ്ങനെ വന്നതൊരു അത്ഭുതമല്ല. സത്യമാണെങ്കിൽ നന്നായിപ്പോയതെന്താണ്? അപ്പോൾ അതിൽ നല്ല വിശ്വാസമില്ല അല്ലെ? 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും ഈശ്വരനും ഉള്ളത് കൊണ്ട് എന്നായിരുന്നുവെങ്കിൽ ഈ അബദ്ധം പറ്റുകയില്ലായിരുന്നു. അങ്ങനെ തോന്നിയില്ലല്ലോ. എന്നാൽ അങ്ങ് ഭ്രഷ്ടനായിരിക്കുന്നു. നാരായണ, ഇനി ഞങ്ങളുടെ കൂട്ടത്തിലിരിക്കാൻ അങ്ങ് യോഗ്യനല്ല, പുറത്തേക്ക് പോകാനും പറഞ്ഞു. കഷ്ടം തന്നെ. അത് കേട്ട് വാഗ്ഭടാചാര്യൻ, ശരി തന്നെയാണ്, ഇനി ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുകയില്ല എന്ന് പറഞ്ഞ് സമാജശാലയിൽ നിന്ന് പുറത്തിറങ്ങി. പിന്നെ അദ്ദേഹം, ഇനി എന്താണ് വേണ്ടത്? എന്തായാലും ഇനി ഇരിക്കൽ താമസിക്കാൻ സുഖമില്ല, ഇപ്പോൾ തന്നെ വല്ല വഴിക്കും പോയി കളയാമെന്ന് വെച്ചാൽ എൻ്റെ പ്രയത്നം മുഴുവനും നിഷ്ഫലമാവുകയും ചെയ്തു. ഇനി ഒരാൾ വിചാരിച്ചാൽ ഈ മുഹമ്മദിയുടെ അടുക്കൽ നിന്ന് ഈ വിദ്യ തട്ടിയെടുക്കാൻ അത്ര എളുപ്പവുമല്ല. അതിനാൽ എൻ്റെ പ്രയത്നത്തിന്റെ ഫലം ഇവർക്ക് അനുഭവയോഗ്യമാക്കി കൊടുത്തിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ വിചാരിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ നല്ല മനസ്സ് കണ്ടില്ലേ എന്നിങ്ങനെ വിചാരിച്ച് നിശ്ചയിച്ചിട്ട് അദ്ദേഹം കുറച്ചു കാലം അവിടെ തന്നെ താമസിച്ചു. ബ്രാഹ്മണരുമായി യാതൊരു വിധത്തിലും സ്പർശത്തിനിടയാകാതെ അദ്ദേഹം പ്രത്യേകം ഒരു സ്ഥലത്ത് സ്വയം പാകം ചെയ്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് താമസിച്ചത്. വാഗ്ഭടാചാര്യൻ അങ്ങനെ താമസിച്ചുകൊണ്ട് ആദ്യം തന്നെ അഷ്ടാംഗ സംഗ്രഹം എന്നൊരു വൈദ്യശാസ്ത്ര ഗ്രന്ഥം ഉണ്ടാക്കി. അത് മറ്റുള്ള വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ എല്ലാം സാരാംശങ്ങൾ സംഗ്രഹിച്ചും വളരെ ചുരുക്കിയതുമാണ് ഉണ്ടാക്കിയത്. ഗുളിക പോലെ ഉണ്ടാക്കി. എങ്കിലും അദ്ദേഹത്തിന് അതുകൊണ്ടൊരു തൃപ്തി വന്നതുമില്ല. മറ്റുള്ള വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളെക്കാളൊക്കെ ചുരുക്കമായിട്ടാണ് അത് ഉണ്ടാക്കിയത്. എങ്കിലും ചുരുക്കിയത് മതിയായില്ല എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. എന്ന് മാത്രമല്ല, അത് ഗദ്യവും പദ്യവും കൂടി ആയതുകൊണ്ട് പഠിക്കുന്നവർക്ക് ഹൃദിസ്ഥമാക്കുന്നതിന് പ്രയാസമായിരിക്കുമല്ലോ എന്നും അദ്ദേഹത്തിന് തോന്നി. അതിനാൽ സംഗ്രഹത്തേക്കാൾ ചുരുക്കമായിട്ടും സംഗതികളെല്ലാം അടക്കിയും പദ്യങ്ങൾ മാത്രമായിട്ടും ഒരു ഗ്രന്ഥം ഉണ്ടാക്കണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. ആ നിശ്ചയത്തോടുകൂടി വാഗ്ഭടാചാര്യർ ഉണ്ടാക്കിയതാണ് അഷ്ടാംഗഹൃദയം. അതിൻ്റെ ശേഷം അദ്ദേഹം ജനോപകാരാർത്ഥം അമരകോശം എന്ന അഭിധാന ഗ്രന്ഥവും ഉണ്ടാക്കി. അത് വേറെയുള്ള അഭിധാന ഗ്രന്ഥങ്ങളുടെ സാരസംഗ്രഹവുമാണ്. ഇങ്ങനെ 3 ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി അദ്ദേഹം. എന്നിട്ട് ബ്രാഹ്മണ സന്നിധി സമർപ്പിച്ചിട്ട് വാഗ്ഭടാചാര്യൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ ആരും കണ്ടിട്ടുള്ളതായി ഒരു കേൾവിയുമില്ല. ഇവിടെ പോയി ആർക്കും അറിയില്ല. എന്നാൽ അതിൽ പിന്നെ അദ്ദേഹം ഏത് സ്ഥിതിയിൽ താമസിച്ചിരുന്നുവെന്നും എവിടെ വെച്ച് ഏതു വിധത്തിൽ എന്ന് ചരമഗതിയെ പ്രാപിക്കുമെന്നും മറ്റുമുള്ള യാതൊരു കഥയും ആർക്കും അറിയില്ല. പോയി അത്രയാണ്. ഇവർക്ക് വേണ്ട നിലം കൊടുത്തിട്ട് അദ്ദേഹം പോയി. വാഗ്ഭടാചാര്യർ പോയതിന് ശേഷം ഭ്രഷ്ടനാൽ ഉണ്ടാക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ സ്വീകരിക്കാമോ എന്ന് ബ്രാഹ്മണർക്ക് ഒരു സംശയമായ അവലക്ഷണത്തിന് കാലതടിയിട്ടാണ് ഭ്രഷ്ടനായത്. സ്വീകരിക്കാതെ ഇരുന്നാൽ പിന്നെ ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ ലഭിക്കുന്ന കാര്യം അസാധ്യമായി തീരുന്നതിനാൽ
വിശിഷ്ടമായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെല്ലാവരും കൂടി ആലോചിച്ചു സ്വീകരിക്കാമെന്ന് തന്നെ തീർച്ചപ്പെടുത്തി. നാലിവ ഭ്രഷ്ടനാലുണ്ടാക്കപ്പെട്ടവയാണെന്നുള്ള ഓർമ്മയ്ക്കായി ഏകാദശി നാൾ ഈ 3 ഗ്രന്ഥങ്ങളും പഠിച്ചുകൂടാ എന്ന് കൂടി അവർ നിശ്ചയിച്ചു. എന്തോ ഒരു വിവരക്കേട്! അതിനാൽ ഇന്നും അഷ്ടാംഗ ഹൃദയം, അഷ്ടാംഗ സംഗ്രഹം, അമരകോശം ഈ 3 ഗ്രന്ഥങ്ങൾ ഏകാദശി നാൾ പഠിക്കുകയും പഠിപ്പിക്കുകയും പതിവില്ല. പോരെ, ബഹിരന്മാരല്ലേ പയ്യെ, എന്താ പറയണ്ടേ ഞാൻ. ഏതായാലും അദ്ദേഹത്തിന്റെ കഥ ഭക്തജന സമക്ഷം എന്ന് പറഞ്ഞൂടല്ലോ അല്ലെ, സജ്ജന സമക്ഷം സമർപ്പിക്കുന്നു.